സംസ്ഥാനത്ത് സർവത്ര ഭക്ഷ്യ സാധനങ്ങൾക്കും വില കയറുകയാണ്. സാധാരണഗതിയിലല്ല, ദിവസങ്ങൾ കൊണ്ട് കുതിച്ചുയരുകയാണ്. അങ്ങനെയാകുമ്പോൾ വാഴക്കുലയ്ക്ക് മാത്രം എന്തിന് വില കുറയ്ക്കണമെന്നുള്ളൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ലഭിക്കുന്ന പ്രധാനമായും എല്ലാവരും ഉപയോഗിക്കുന്ന നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏത്തൻ പഴം, ഈ പഴത്തിനൊക്കെ വലിയ രീതിയിൽ വില ഉയർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രസകദളി പോലെയുള്ള ചെറിയ പഴങ്ങൾക്കും വില കൂടിയിട്ടുണ്ട്. അങ്ങനെ പോകുമ്പോൾ ഇനി ഓണം എത്തുമ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ എന്നുള്ളതാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. അത്രത്തോളം വളരെ വേഗത്തിലാണ് ദിവസങ്ങൾ കൊണ്ട് പഴത്തിന് വില കൂടി വരുന്നത്. കൊല തമിഴ്നാട്ടിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടി ഉള്ള രീതിയിലാണ് കൊലയുടെ വരവ്. പിന്നെ വിൽപ്പനയും അതേപോലെ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ സാധനം എടുത്ത് സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി ഓണക്കാലങ്ങളിലേക്ക് ഇതിലേക്കും വില കുതിച്ച് കയറുന്ന കണ്ടീഷനാണ് കാണുന്നത്. പക്ഷേ സുലഭമായിട്ട് സാധനം നമുക്ക് കിട്ടുന്നില്ല. ഒരു സാധനവും വരവില്ല. തമിഴ്നാട്ടിൽ നിന്ന് ഒന്നും വരുന്നില്ല. അവിടെ ഒരു 2-3 മാസത്തിന് മുമ്പ് വേനൽക്കാലം വരുന്നു. ആ വേനൽക്കാലത്ത് എല്ലാം കരിഞ്ഞ് നഷ്ടപ്പെട്ടു പോയി. അത് കഴിഞ്ഞപ്പോൾ മഴക്കാലമായി. മഴക്കാലപ്പം വീണതെല്ലാം ചീഞ്ഞു പോയി. അങ്ങനെ സാധനങ്ങളുടെ വരവ് വളരെയേറെ കുറവാണ്. അങ്ങനെ ഈ വരുന്ന സാധനങ്ങൾ തന്നെ വളരെ മോശമായ സാധനങ്ങൾ വരുന്നു. നല്ല സാധനം വരുന്നില്ല. നല്ല സാധനത്തിൻ്റെ വിലയും ആവുന്നുണ്ട് മോശമായ സാധനത്തിന്. രസവലി കളഞ്ഞ് നമുക്ക് 100-ന് മുകളിൽ പോകുന്നതാണ് ഇപ്പോൾ നമ്മുടെ തോന്നൽ. ഇപ്പോൾ തന്നെ 85 രൂപയായി ഹോൾസെയിൽ. റീറ്റെയിലല്ല, ഹോൾസെയിലാണ്. ഹോൾസെയിലിൻ്റെ വിലയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഓണക്കാലം ആകുമ്പോൾ നമുക്ക് 100-ന് മുകളിലാണ്. ഏത്തക്ക തന്നെ ഇപ്പോൾ ഹോൾസെയിൽ 66 രൂപ വിലയാണ്. ഇവിടെ 65-66 ഹോൾസെയിൽ വിലയാണ്. അപ്പോൾ പുറത്ത് കടകളിലെല്ലാം 80 രൂപയാണ്. അതും ഇനിയും കൂടാനാണ് സാധ്യത. കിലോയ്ക്ക് 10 രൂപ കൂടിയിട്ടുണ്ട്. ഏത്തൻ 10 രൂപ കൂടി. ഇപ്പം കിലോ 65 ഹോൾസെയിൽ വില. റീറ്റെയിൽ പുറത്തൊക്കെ 75-80 വിൽക്കുന്നുണ്ട്. ബാക്കി രസകദളിയും 10 രൂപ കൂടിയിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഇറക്ക് 75 പുറത്തൊക്കെ 85-90 വിൽക്കും. ബാക്കിയുള്ള ഐറ്റങ്ങളൊക്കെ മിനിമത്തിൽ തന്നെ നിൽക്കുന്നത്. റോബസ്റ്റൊക്കെ 45, ബാക്കി പാളയംകുടനൊക്കെ 20-30 രൂപയേ ഉള്ളൂ. എങ്കിലും കഴിഞ്ഞ വർഷത്തിൻ്റെ അത്ര കൂടിയിട്ടില്ല. ഓണം എത്തുമ്പോൾ വാഴക്കുലയടക്കം എല്ലാത്തിനും വില കൂടുന്നത് എങ്ങനെ നിയന്ത്രിക്കാമെന്ന് മലയാളികൾക്ക് കൃത്യമായി അറിയാം. അതായത് ചോദിക്കുന്ന വില കൊടുത്തു വാങ്ങാം, അല്ലാതെ എന്ത് ചെയ്യാനാണ്. ഏതായാലും ഇത്തരത്തിലുള്ള വിലക്കയറ്റം ഓണം കഴിയുമ്പോൾ കുറയുമെന്നുള്ള പ്രതീക്ഷ മാത്രമാണ് ഇനി മുന്നോട്ട് വയ്ക്കാനുള്ളത്. തിരുവനന്തപുരത്ത് നിന്നും PV രഞ്ജിത്തിനൊപ്പം വിഷ്ണു കരുണാകരൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.